ഉത്തർപ്രദേശ് മധുരയിലുണ്ടായ ബോട്ട് അപകടത്തിൽ 10 തീർത്ഥാടകർ മരിച്ചു. യമുന നദിയിൽ KC ഘാട്ടിലായിരുന്നു അപകടം. 25 തീർത്ഥാടകരാണ് ബോട്ടിലുണ്ടായിരുന്നത്. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, എവിടേക്കുള്ള തീർത്ഥാടകരാണ്? ഇവരുടെ സ്ഥലം, മറ്റു വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? ഗൂഗിൾ, ലുധിയാനയിൽ നിന്ന തീർത്ഥാടകരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. 30 പേരായിരുന്നു ഈ തീർത്ഥാടനത്തിനായി മധുരയിലേക്ക് എത്തിയത്. അവിടെ KC ഘാട്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:45 ബോട്ടിൽ യാത്ര നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ രണ്ട് ബോട്ടുകളിലായി 30 പേർ യാത്ര ചെയ്യുകയായിരുന്നു. അതിലാണ് ഒരു ബോട്ട് മുങ്ങി വലിയ തോതിൽ അപകടം ഉണ്ടായത്. 25 പേരാണ് ഈ മുങ്ങിയ ബോട്ടിൽ ഉണ്ടായിരുന്നത്. അതിൽ 10 പേരുടെ മൃതദേഹം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ബാക്കി 15 പേരെയും ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു വിശദീകരണമാണ് മധുരയിലെ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റാരെങ്കിലും കൂടി ഇനി കണ്ടെത്താനുണ്ടോ എന്നുള്ള കാര്യം കൂടി തേടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ് നിലവിൽ മധുരയിലെ പോലീസും അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട അധികാരികളും എല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് ഈ അപകടത്തിന് കാരണമായത്, വഴിവെച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമായിട്ടില്ല. അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. അതിനുശേഷം മാത്രമേ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ എന്തായാലും പറയുന്നുണ്ട്. എന്തായാലും ഈ അപകടത്തിലകപ്പെട്ട എല്ലാവരും ലുധിയാന സ്വദേശികളാണ് എന്നുള്ള സ്ഥിരീകരണം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോഴും വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ രക്ഷാപ്രവർത്തനം പെട്ടെന്നാക്കാൻ, ഏകോപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അധികാരികൾ, ഫയർഫോഴ്സ് എല്ലാം തന്നെ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വലിയ തോതിലുള്ള തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല PMOയും പ്രധാനമന്ത്രിയുടെ ഓഫീസും എന്തായാലും ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലാണ് മധുരയിൽ ബോട്ട് അപകടത്തിൽ 10 തീർത്ഥാടകർ മരിച്ചത്. അത് പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നുള്ള തീർത്ഥാടകരാണ്. 25 തീർത്ഥാടകരാണ് ബോട്ടിലുണ്ടായിരുന്നതെന്നാണ് നിഗമനം. ഏതായാലും കൂടുതൽ പേർക്കായി അവരുടെ സുരക്ഷിതരാണോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. തെരച്ചിൽ തുടരുകയാണ്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.